നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭീകരവാദം വളർത്തുന്ന രാജ്യങ്ങൾക്ക് ഇപ്പോൾ കാലക്കേടാണ്. ആഭ്യന്തര യുദ്ധങ്ങളും ഭീകരതയ്ക്ക് മുകളിൽ കെട്ടിപ്പൊക്കിയ ഭരണകൂടങ്ങളെ വലിച്ചെറിയാനുള്ള അവിടുത്തെ ജനങ്ങളുടെ മുറവിളികളും ശക്തമാകുന്നു. സിറിയയിലെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും അവിടെ ഇവിടെയായി പൊട്ടലും ചീറ്റലും തുടങ്ങിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ മന്ത്രിയടക്കം നിരവധി പേർ മരിച്ച വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ താലിബാൻ ഭരണകൂടം ഭയപ്പെടുന്നത് സിറിയ ആവർത്തിക്കുമോ എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. അതായത് ഒരു തീവ്രവാദ ഭരണകൂടമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് തന്നെ താലിബാൻ ഭരണകൂടം ഇപ്പോൾ ഭയക്കുന്നു സിറിയയിലേതുപോലെ ഒരു ആഭ്യന്തര കലഹം ഉടലെടുക്കുമോ എന്നുള്ളത്. കാബൂളിൽ അഭയാർത്ഥി കാര്യ മന്ത്രാലയത്തിൽ ഉണ്ടായ ചാവേർ സ്ഫോടനത്തിൽ മന്ത്രി ഖലീൽ ഉർ റഹ്മാൻ ഹഖാനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മന്ത്രിക്കൊപ്പം 3 അംഗരക്ഷകരും കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മന്ത്രാലയത്തിലെത്തിയ ഒരു അഭയാർത്ഥി ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം കൊല്ലപ്പെടുന്ന ആദ്യ പ്രമുഖ നേതാവാണ് ഖലീൽ ഹഖാനി. സ്ഫോടനം ചാവേർ ആക്രമണമായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഉപരോധ പട്ടികയിലുള്ള നേതാവാണ് ഖലീൽ ഉർ റഹ്മാൻ ഹഖാനി. തീവ്രവാദ ഗ്രൂപ്പായ ഹഖാനി ശൃംഖലയുടെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഹഖാനിയുടെ സഹോദരനാണ് ഖലീൽ. താലിബാന്റെ 2 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിനിടെ ഏറ്റവും നാശം വിതച്ച ആക്രമണങ്ങൾ നടത്തിയ തീവ്രവാദ ഗ്രൂപ്പാണ് ഹഖാനി. എല്ലായ്പ്പോഴും ഓട്ടോമാറ്റിക് തോക്കും കയ്യിലേന്തിയാണ് ഖലീലുർ റഹ്മാൻ ഹഖാനി പ്രത്യക്ഷപ്പെടാറുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ 3 വർഷം മുൻപ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും പ്രമുഖ വ്യക്തിയാണ് ഹഖാനി. എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശ സേന പിൻവാങ്ങിയതിനു ശേഷമാണ് ഖലീൽ ഹഖാനി താലിബാന്റെ ഇടക്കാല സർക്കാരിൽ മന്ത്രിയാകുന്നത്. യുദ്ധത്തിൽ US നേതൃത്വത്തിലുള്ള സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട തീവ്രവാദ വിഭാഗമായ ഹഖാനി ശൃംഖലയുടെ മുതിർന്ന നേതാവാണ്. നിലവിലെ ആഭ്യന്തര മന്ത്രിയായ സിറുജുദ്ദീൻ ഹഖാനിയുടെ അമ്മാവനാണ് ഖലീൽ. താലിബാൻ ഭരണകൂടത്തിൽ സ്വാധീനം ഉറപ്പാക്കാൻ വേണ്ടി പോരാടുകയാണ് ഹഖാനികളെന്നും വാർത്തകളുണ്ട്. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം നിരവധി താലിബാൻ നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ പ്രവിശ്യ ഗവർണർമാർ, കമാൻഡർമാർ, മതപുരോഹിതർ എന്നിവരും ഉൾപ്പെടുന്നു. മിക്ക ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം IS ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിലും വിമത ഗ്രൂപ്പുകൾ അങ്ങിങ്ങായി തലപൊക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭീകര ഭരണകൂടം ഭയക്കുന്നത് സിറിയയിൽ സംഭവിച്ചതുപോലെ ഉണ്ടാകുമോ എന്നുള്ളത്. കടുത്ത നിരീക്ഷണ വലയത്തിലായിരിക്കുകയാണ് ഇപ്പോൾ അഫ്ഗാൻ പല പ്രദേശങ്ങളിലും. അതായത് പ്രശ്നബാധിത പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ താലിബാൻ ഭരണകൂടത്തിന് കീഴിൽ വലിയ ക്രൂരതയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് പൂർണ്ണമായും അവരുടെ വിദ്യാഭ്യാസമെല്ലാം നിഷേധിച്ചുകൊണ്ട് അരാജകത്വ ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ഇതിനെതിരെ ഒരു എതിർശബ്ദം ഉയരേണ്ടത് ആവശ്യമാണ്. ഈ ഘട്ടത്തിലാണ് സിറിയ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ വിമത ഗ്രൂപ്പുകൾ തലപൊക്കുമോ എന്നുള്ള ഒരു ചോദ്യവും ശക്തമായി ഉയരുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇനി എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതും ഒരു ഭീതിയോടെ കൂടി നോക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് അതിർത്തി പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.